അടുത്ത ദിവസം ഉഴപ്പി, മൂന്നാമത്തെ ദിവസം പഠിച്ചു, നാലാമത്തെ ദിവസം ഉഴപ്പി, അങ്ങനെയല്ല. ഒരു കൺസിസ്റ്റന്റ് ട്രാക്കിൽ പോയാലാണ് നമുക്ക് നന്നായിട്ട് ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് റിവിഷൻ, ഫോർത്ത് റിവിഷൻ ആൻഡ് ഫിഫ്ത്ത് റിവിഷൻ. അപ്പൊ അത്രയും തറോ ആയിട്ട് റിവൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രാക്കിൽ നമുക്ക് കയറി പറ്റാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, നമുക്ക് ടെൻഷൻ ഉണ്ടാവത്തില്ല, നല്ല കൂൾ ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത പോലെ നമ്മുടെ ഫാർമസി ലോങ് ടേം ബാച്ച് എലിക്സിയർ 360 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. അതായത് ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഈ ലോങ് ടേം ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അതുപോലെ നമ്മുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ലോങ് ടേം ബാച്ചിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണ്, നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഓരോ ടോപ്പിക്സും ഫ്രം ദ വെരി ബേസ് നമ്മൾ കവർ ചെയ്ത് പോവാൻ തുടങ്ങുകയാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ മറ്റേ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താ, ചിലപ്പോൾ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് ചിലപ്പോൾ സ്കിപ്പായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. പക്ഷെ നമ്മളൊരു 1 ഇയർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോക്കസിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ട് നമ്മൾ എൻറ്റയർലി എന്താണ് നമ്മുടെ ഫുൾ എഫേർട്സ് നമ്മൾ ഇതിലിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ കൂളായിട്ട് ഓരോ പോർഷൻസും ഓരോ ഡേയും നമുക്ക് വളരെ സാവധാനത്തിൽ വളരെ സമാധാനത്തിൽ നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അറ്റ് ദ എൻഡ് എന്താണ്, ആ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ എടുക്കാറാകുമ്പോഴത്തേക്കും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, കുറെ മോഡൽ ക്വസ്റ്റ്യൻസ്, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും. അതുപോലെ വളരെ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും അല്ലെ. അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക, വേറൊരു ദിവസത്തേക്ക് നമ്മൾ ഒരിക്കലും വെക്കരുത്. ഒരു കോട്ട് ഉണ്ട്, എന്താണ്, ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം, നോ പെർഫെക്റ്റ് പേഴ്സൺ, നോ പെർഫെക്റ്റ് സിറ്റുവേഷൻ ആൻഡ് നോ പെർഫെക്റ്റ് ലൈഫ്. സ്റ്റോപ്പ് വെയിറ്റിംഗ് ഓൺ പെർഫെക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് നൗ. നമുക്ക് ഇപ്പൊ പഠിക്കാൻ തോന്നും, നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പഠിക്കുക, അല്ലെങ്കിൽ അടുത്തൊരു ഡേയിലേക്ക് നമ്മളത് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് പിന്നെ ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലോങ് ടേം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വലിയൊരു ചാലഞ്ച് എന്താണെന്നറിയോ, അതായത് ഇത്രയും സമയമുണ്ട്, അപ്പൊ ഞാൻ ഇത്രയും ധൃതിയിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് നാളെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് മറ്റന്നാൾ പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണം. ഇപ്പൊ പഠിക്കേണ്ട ടോപ്പിക്ക് ഇപ്പൊ തന്നെ പഠിക്കുക. വളരെ ചെറിയൊരു പോർഷൻ ആയിരിക്കും നമ്മൾ ഒരു ദിവസം പഠിക്കുള്ളൂ അല്ലെ. അടുത്ത ദിവസം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിവൈസ് ചെയ്ത് പുതിയൊരു ഫ്രഷ് ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. സോ നമ്മൾ മെയിൻ ആയിട്ടും ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 സിലബസ്, അതുപോലെ നമുക്കറിയാം അനലിസ്റ്റിനും ഡ്രഗ് ഇൻസ്പെക്ടറിനും വേറെ സിലബസ് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്സിന്റെ കൂടെ തന്നെ അതിൻ്റെതായ എക്സ്ട്രാ പോർഷൻസും കൂടി നമ്മൾ ചിലപ്പോൾ കവർ ചെയ്യും. എക്സ്ട്രാ നോട്ട്സും അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം ഫസ്റ്റ് സബ്ജക്ട്സ് ഏതാണ്, ഫാർമസ്യൂട്ടിക്സ് അല്ലെ. ഫാർമസ്യൂട്ടിക്സിൽ വളരെ ചെറിയ ടോപ്പിക്സേ ഉള്ളൂ, സ്റ്റെറിലൈസേഷൻ, ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾ. അപ്പം ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിക്കുമ്പം അത് ഈ ഒരു ഡെപ്തിൽ മാത്രമല്ല, നമ്മൾ വേറൊരു എക്സാം വരുന്ന ലൈക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമോ അല്ലെങ്കിൽ DIO അല്ലെങ്കിൽ ഡ്രഗ് അനലിസ്റ്റോ ആ ഒരു എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സിലബസിലും കൂടി വരുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും കൂടി നമ്മൾ മാക്സിമം പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. പിന്നെ അതുപോലെ ഫാർമസ്യൂട്ടിക്സിന് ശേഷം പിന്നെ ഏതാ, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി, ആസിഡ് ബേസിസ് ബഫേഴ്സ്, ആന്റി മൈക്രോബിയൽസ് ആൻഡ് ആസ്ട്രിഞ്ചൻസ്, എക്സ്പെക്ടോറൻസ് ആൻഡ് എമറ്റിക്സ്, ആന്റിഡോട്സ്, ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെയാണ് അതിനകത്ത് വരുന്ന സിലബസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫാർമകോഗ്നസിയില് ലാക്സേറ്റീവ്സ്, കാർഡിയോടോണിക്സ്, കാമിനേറ്റീവ്സ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ റെഗുലേറ്റേഴ്സ്, ആസ്ട്രിഞ്ചേഴ്സ്, ഡ്രഗ്സ് ആക്ടിംഗ് ഓൺ ദ CNS, then antihypertensive, antitussive, anti-rheumatics, anti-tumor drugs, anti-leprotics, anti-diabetics, diuretics, then anti-dysenterics, antiseptics and disinfectant, anti-malarials, oxytoxic, vitamins, enzymes, perfumes and flavoring agents. Next, moving on to the pharmaceutics 2, biphasic liquid dosage form, emulsions, dental and cosmetic preparations, parenteral dosage form, ophthalmic products. Then coming to the pharmaceutical chemistry, അതൊരു വലിയ സിലബസ് ആണ്. മിക്കവാറും എല്ലാ എക്സാമിനും നമ്മൾ എന്ത് ചെയ്യും, കെമിസ്ട്രി ഏറ്റവും ലാസ്റ്റത്തേക്ക് നമ്മൾ വെക്കും അല്ലെ. അപ്പം ഈ 1 ഇയറിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും എന്താണ്, ഇങ്ങനെ ലാസ്റ്റത്തേക്ക് വെക്കണ സബ്ജക്ട്സ് ഒക്കെ ഏറ്റവും ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാൻ പറ്റും.
ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജിയിലും ഒരു വലിയ പോർഷൻ തന്നെയാണ്. നെക്സ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്തായാലും ഉറപ്പായിട്ടും ഒരു 2-3-4-5 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. അതെന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് നമ്മൾ നല്ല ബേസിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ദെൻ ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് ഫൈനലി ക്ലിനിക്കൽ ഫാർമസി. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 അതിന് വരുന്നത്. ദെൻ DIക്കും ഡ്രഗ് അനലിസ്റ്റിനും വേറെ സിലബസ് ആണ്. നമ്മൾ അതും കൂടി കോറിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഹൗ ടു പ്രിപ്പയർ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇന്റൻസീവ് സ്റ്റഡി, കൺസിസ്റ്റൻസി, റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അതായത് ഇന്റൻസീവ് സ്റ്റഡി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ ഒരു ദിവസം ഒരു ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു ടോപ്പിക്ക് വളരെ ഡെപ്തിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി. നമ്മൾ എന്താണ് ഒരു ദിവസം പഠിച്ചു, അടുത്ത ദിവസം ഉഴപ്പി, മൂന്നാമത്തെ ദിവസം പഠിച്ചു, നാലാമത്തെ ദിവസം ഉഴപ്പി, അങ്ങനെയല്ല. ഒരു കൺസിസ്റ്റന്റ് ട്രാക്കിൽ പോയാലാണ് നമുക്ക് നന്നായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ തേർഡ് വൺ റിവിഷൻ. റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം പിന്നെ ഇനി ലാസ്റ്റത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് എടുത്ത് വായിക്കുമ്പോൾ ഒരു ഫ്രഷ് ടോപ്പിക് എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ആൻഡ് ഫൈനലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചാലും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് നമുക്ക് അതിലൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദി സ്റ്റഡി സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ഈസ് ദ സ്റ്റഡി പ്ലാൻ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോമില് ഈ ഫോം നിങ്ങൾ പ്രിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ ഫയലിൽ സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ പേര്, സ്റ്റുഡന്റിന്റെ നെയിം, ദെൻ സബ്ജക്ട്, ദെൻ ആഫ്റ്റർ ദാറ്റ് ബാച്ച്. അതിൽ ക്ലാസ്സസ് ഉണ്ട്, ടോപ്പിക് ഉണ്ട്, ദെൻ 1 കോളം ഫോർ കംപ്ലീറ്റഡ് ആൻഡ് അത് കഴിഞ്ഞിട്ട് 5 കോളംസ് ഫോർ റിവിഷൻ. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഏത് ടോപ്പിക്കാണോ നമ്മൾ പഠിക്കുന്നത് ആ ടോപ്പിക്കിന്റെ പേര് എഴുതുക. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ഇടുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു ടോപ്പിക്ക് തന്നെ 5 പ്രാവശ്യം റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ്. ഫസ്റ്റ് റിവിഷൻ, ദെൻ സെക്കൻഡ് റിവിഷൻ, തേർഡ് റിവിഷൻ, ഫോർത്ത് റിവിഷൻ ആൻഡ് ഫിഫ്ത്ത് റിവിഷൻ. അപ്പൊ അത്രയും തറോ ആയിട്ട് റിവൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും. പിന്നെ നമ്മളത് മറന്നു പോകാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നില്ല. സോ അതിന്റെ ഒരു ഫോമാണിത്. The next one is the evaluation, exam evaluation sheet. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ടെസ്റ്റും അതുപോലെ സ്കോർ 1 ആൻഡ് സ്കോർ 2. നമ്മളിപ്പോ ഒരു ടോപ്പിക്കിന്റെ ഒരു ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്കോർ ആണ് ഫസ്റ്റ് കോളത്തിൽ വരിക. ഇപ്പൊ 25 ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു 20 അല്ലെങ്കിൽ 17 ആണ് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് ടൈം നമ്മൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം എന്താണ് ഒരു 24 അല്ലെങ്കിൽ 25 എങ്കിലും മേടിക്കാനുള്ള രീതിയിൽ നമ്മൾ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതായാലും ഒരു ഐഡിയ കിട്ടും നമുക്ക് എത്രത്തോളം അതിനെ പറ്റി നോളജ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് കുറവാണെങ്കിൽ നമ്മൾ പിന്നെയും ആ ഒരു ടോപ്പിക്കിൽ വർക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് ദെൻ സ്കോർ 2 വിൽ ബി ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. അതുപോലെ റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. നമ്മളൊരു എക്സാം അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഈ ഒരു ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എക്സാം അടുക്കാറാകുമ്പോഴത്തേക്കും ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതിന്റെ സ്കോർ നമ്മൾ എഴുതുക. അപ്പൊ നമുക്ക് എന്താ സെൽഫായിട്ട് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ഇസ് ദി വീക്ക്ലി ടെസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റ്. നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ക്ലാസ് ഉണ്ടാവുക. തേഴ്സ്ഡേ റിവിഷൻ ആയിരിക്കും. നമ്മൾ അത്രയും ദിവസം പഠിച്ച ടോപ്പിക്സിന്റെ റിവിഷൻ ആണ് തേഴ്സ്ഡേ. ആൻഡ് ഫ്രൈഡേ വിൽ ബി ദ Q&A ഡിസ്കഷൻ ഡേ. അതായത് ആ പഠിച്ച ടോപ്പിക്സിന്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ലൈവ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. ദെൻ സൺഡേ വീക്ക്ലി ടെസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് എഴുതുക. അതിന്റെ ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം സ്കോർ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുക. സോ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഇത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ട്രാക്കിൽ നമുക്ക് കയറി പറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 1 ഇയർ നമ്മൾ ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുകയാണ് അല്ലെ. അപ്പൊ 1 ഇയർ നമ്മൾ ഇതിനു വേണ്ടി ടൈം കണ്ടെത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസെപ്റ്റ്സ് ക്ലിയർ ആവും. അതുപോലെ എന്താണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. നമുക്ക് ടെൻഷൻ ഉണ്ടാവത്തില്ല. നല്ല കൂൾ ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഒരു ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു സിലബസിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ, പിന്നെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ, അതുപോലെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു. സോ എല്ലാം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ. നമ്മൾ മൺഡേ തൊട്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
നന്നായിട്ട് പഠിക്കുക, ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.